ബിജെപി സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖരനെ പ്രഖ്യാപിച്ചു. ഭരണാധികാരി പ്രഹ്ലാദ് ജോഷിയാണ് പ്രഖ്യാപനം നടത്തിയത്. ഒറ്റക്കെട്ടായാണ് രാജീവ് ചന്ദ്രശേഖരനെ അധ്യക്ഷനായി തീരുമാനിച്ചതെന്ന് പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. I declare him that he is unanimously elected as the President of the Bharatiya Janata Party Kerala unit. I congratulate him, and under his leadership, with the guidance and the leadership of the Modi ji at national level, we will be a very, very important party, and we will be having a majority in the state of Kerala. വിവരങ്ങളുമായി പ്രശാന്ത് കൃഷ്ണ ചേരുന്നു. പ്രശാന്ത് കൃഷ്ണ, വലിയൊരു മാറ്റമാണ് ബിജെപിയുടെ അധ്യക്ഷ സ്ഥാനത്ത് ഇപ്പോൾ വന്നിരിക്കുന്നത്. പുതിയ ബിജെപിയുടെ പ്രവർത്തനങ്ങളെ ഇത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? എന്തൊക്കെ പദ്ധതികളായിരിക്കും മുന്നോട്ട് ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മറ്റും ഉണ്ടാവുക? മൂർത്തി, ഔദ്യോഗിക പ്രഖ്യാപനമായിരിക്കുന്നു. ബിജെപിയുടെ പുതിയ സംസ്ഥാന അധ്യക്ഷനായി രാജീവ് ചന്ദ്രശേഖറിന് പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. അതായത് ഇനി പാർട്ടിയെ നയിക്കുന്നത് രാജീവ് ചന്ദ്രശേഖറാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലി, രീതി എന്തെല്ലാമാണെന്നത് അദ്ദേഹം തന്നെ ഇപ്പോൾ അല്പസമയത്തിനകം മറുപടി പ്രസംഗത്തിൽ, അതായത് ചുമതലയേറ്റ ശേഷമുള്ള ആദ്യ പ്രസംഗത്തിൽ വിശദീകരിക്കും. ഇതുവരെ അദ്ദേഹം മാധ്യമങ്ങളെ കണ്ടിട്ടില്ല. ഏതായാലും അതിന് ആമുഖമായി സംസാരിച്ചു, അതായത് ഈ അദ്ദേഹത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം നടത്തിയ കേന്ദ്ര ഭരണാധികാരിയായ പ്രഹ്ലാദ് ജോഷി സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. സാങ്കേതിക മേഖലയിൽ കഴിവുള്ള ആളാണ് രാജീവ് ചന്ദ്രശേഖർ. പുതിയ ആശയങ്ങളെ സ്വാഗതം ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം കേരളത്തിന് വലിയ ഗുണം ചെയ്യും. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് കഴിയും. അസാമാന്യ നേതൃപാഠവുമുള്ള ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ വികസനത്തെപ്പറ്റി കൃത്യമായ ധാരണയുള്ള ആളാണ് എന്നാണ് ഈ ഇവിടെ എത്തിയിരിക്കുന്ന 200-200-ലധികം വരുന്ന സംസ്ഥാന കൗൺസിൽ അംഗങ്ങളോട് പ്രഹ്ലാദ് ജോഷി രാജീവ് ചന്ദ്രശേഖരനെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ ഏതായാലും രാജീവ് ചന്ദ്രശേഖരൻ്റെ പ്രവർത്തന ശൈലി എന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഒന്നും കണ്ടിട്ടുള്ള രീതിയിലുള്ള സംസ്ഥാന അധ്യക്ഷന്മാരുടെ പ്രവർത്തന ശൈലിയല്ല. അദ്ദേഹം താഴെത്തട്ടിലെ പ്രവർത്തകരിൽ നിന്ന് ഉയർന്നു വന്ന് സമര പോരാട്ടങ്ങൾ നടത്തി വന്ന ആളല്ല. ഒരു ടെക്നോക്രാറ്റാണ്, വ്യവസായിയാണ്. അപ്പോൾ അദ്ദേഹം തിരുവനന്തപുരത്തെ ലോക്സഭാ മണ്ഡലത്തിലൂടെയാണ് പരിചിതനാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പുതിയ പ്രവർത്തന ശൈലി എല്ലാവരും പിന്തുണയ്ക്കുന്നു എന്ന പ്രഖ്യാപനമാണ് വിടവാങ്ങൽ പ്രസംഗം നടത്തിയ കെ സുരേന്ദ്രൻ പറഞ്ഞത്. ഒപ്പം തന്നെ അദ്ദേഹം കെ സുരേന്ദ്രൻ ബിജെപി കഴിഞ്ഞ 10 വർഷക്കാലം കൈവരിച്ച നേട്ടങ്ങളും വിശദീകരിച്ചുണ്ടായി. ശരി പ്രശാന്ത്.